നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പാകിസ്ഥാന്റെ ടെറർ നഴ്സറി എന്നറിയപ്പെടുന്ന പഞ്ചാബ് പ്രവിശ്യയിലെ മുറാദ് കെ മർക്കസ് ഇന്ത്യൻ സേന തകർത്ത് തരിപ്പണമാക്കി. 2001 ഒസാമ ബിൻ ലാഡൻ $20 ലക്ഷം കൊടുത്തു പണിയിച്ച വലിയ സൗധം 82 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഭീകരവാദ ഫാക്ടറിയായ മുറാദ് കെ മർക്കസ് റാഫേൽ വിമാനത്തിൽ നിന്നുള്ള മിസൈലേറ്റ് തകർന്ന് തരിപ്പണമായി. അജ്മൽ അമീർ കസബ് മുതൽ നിരവധി ഭീകരവാദികളെ അടവച്ച് വിരിയിച്ച പാകിസ്ഥാന്റെ ഈ ഭീകരവാദ ഫാക്ടറി കൂടെയാണ് ഇന്നലെ നടന്ന സർജിക്കൽ സ്ട്രൈക്കിൽ ഇന്ത്യൻ സേന തകർത്തെറിഞ്ഞത്. 80-ലധികം ഏക്കറിൽ പരന്നു കിടക്കുന്ന ഭൂഗർഭ അറകൾ, 8 നിലയിലധികം വരുന്ന കെട്ടിടങ്ങൾ, റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ, മദ്രസകൾ ഇവയെല്ലാം ചേർന്നതാണ് മുറാദ് കെ മർക്കസ് എന്ന ഭീകരവാദ നഴ്സറി. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും ISIയുടെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഭീകരവാദ ക്യാമ്പിനെ റാഫേൽ വിമാനത്തിൽ നിന്നും തൊടുത്ത മിസൈൽ തകർത്ത് തരിപ്പണമാക്കിയെന്ന് ഇന്ത്യൻ സേന പുറത്തുവിട്ട ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു. ജയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിനടുത്ത് തന്നെയാണ് ഈ മുറാദ് കെ മർക്കസും. ഭൂമിക്കടിയിലും ഭൂമിക്ക് മുകളിലുമായി വലിയ കെട്ടിടങ്ങളടങ്ങുന്ന ഭൂഗർഭ അറകളിൽ ഭീകരപ്രവർത്തകർക്ക് പരിശീലനം നൽകുന്ന എല്ലാ സജ്ജീകരണങ്ങളുമുള്ള വലിയ ഭീകരവാദ പരിശീലന കേന്ദ്രമാണിത്. പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാന് പുറത്തു നിന്നും ഓരോ വർഷവും 1000-ഓളം ചെറുപ്പക്കാരാണ് ഈ ഭീകരവാദ ഫാക്ടറിയിലേക്ക് നയിക്കപ്പെടുന്നത്. അവർ അവിടെ നിന്നും ഭീകരവാദത്തിൽ പരിശീലനം നേടി കാശ്മീരിലേക്കും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കയറ്റി അയക്കപ്പെടുന്നു. ഇസ്രായേൽ ഹമാസ് ഭീകരർക്ക് വരെ ഇവിടെ നിന്ന് പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ സേനയുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ ഭീകരവാദ ഫാക്ടറിയുടെ മുഴുവൻ വിവരങ്ങളും സ്കെച്ച് അടക്കം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. മുറാദ് കെ മർക്കസിനെ തകർത്തെറിയുക എന്നത് കൂടിയായിരുന്നു ഇന്നലെ നടന്ന ഈ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഈ വ്യോമ ആക്രമണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. കാശ്മീരിലേക്കും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും കയറ്റിവിടുന്ന ഭീകരവാദികൾ, ലഷ്കർ-ഇ-തോയ്ബയുടെ അടക്കമുള്ള ഭീകരവാദികൾ പരിശീലനം നേടുന്നത് ഈ കേന്ദ്രത്തിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ താലിബാൻ, അഫ്ഗാനിസ്ഥാൻ താലിബാൻ തുടങ്ങിയ അവിടെയുള്ള ഭീകരപ്രവർത്തകർക്കും ഭീകരവാദികൾക്കും പരിശീലനം ലഭിക്കുന്നതും ഇവിടെ നിന്നാണ്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും ISIയുടെയും പരിശീലകരാണ് ഇവർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കമാൻഡോ പരിശീലനം നൽകുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരു പ്ലാറ്റൂൺ തന്നെ, വലിയ ട്രെയിനേഴ്സ് അടങ്ങുന്ന പരിശീലകരടങ്ങുന്ന ഒരു പ്ലാറ്റൂൺ തന്നെ ആ കെട്ടിടത്തിന് അകത്ത് എപ്പോഴും ഉണ്ടാവും. അവരാണ് ഈ ഭീകരവാദത്തിന് വേണ്ടി ചെറുപ്പക്കാരെ പരിശീലിപ്പിച്ചയക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളെല്ലാം കഴിഞ്ഞ 10 വർഷമായി കൃത്യമായി മിലിറ്ററി ഇന്റലിജൻസിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ തകർത്തെറിയുമ്പോൾ തന്നെ ഈ മിസൈലുകൾ പതിച്ചു തകർന്ന കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ കൃത്യമായും മുറാദ് കെ മർക്കസ് ഉണ്ടെന്ന് ഇന്ത്യൻ സേന പുറത്തുവിട്ട ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നു. മുറാദ് കെ മർക്കസ് തകർക്കുക എന്നത് ഇന്ത്യൻ സേനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. ഭീകരവാദികളെ അടവച്ച് വിരിയിച്ച് കാശ്മീർ അതിർത്തി വഴി കയറ്റിവിടുന്നത് ഈ പരിശീലന കേന്ദ്രത്തിൽ നിന്നായിരുന്നു. ഇതുമാത്രമല്ല, മുറാദ് കെ മർക്കസിന്റെ ഭാഗം അവിടെ നിന്നും പഠിച്ചു പോകുന്ന, പരിശീലനം കഴിഞ്ഞിറങ്ങുന്ന ഭീകരവാദികളാണ് ലോകത്തെങ്ങുമുള്ള ഇസ്ലാമിക് ടെററിസ്റ്റുകൾക്ക് പരിശീലനം നൽകുന്നതെന്നും അഫ്ഗാനിസ്ഥാൻ തന്നെ ഒരിക്കൽ വ്യക്തമാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരിക്കലും അംഗീകരിക്കാത്ത അങ്ങനെയൊരു സ്ഥാപനം അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ഒരിക്കലും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ISIയും പാകിസ്ഥാന്റെ ഉന്നത കമാൻഡോകളുമാണ് അവിടെ ഭീകരവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കാറുള്ളത്. പഹൽഗാം ആക്രമണത്തിന്, മുംബൈ ആക്രമണത്തിന് അജ്മൽ അമീർ കസബ് 1 വർഷത്തോളം ഈ ടെററിസ്റ്റ് നഴ്സറിയിൽ വിദ്യാർത്ഥിയായിരുന്നു. അവിടെ നിന്ന് കൃത്യമായ പരിശീലനം കഴിഞ്ഞിറങ്ങിയാണ് കസബ് ബോംബെയിലെത്തുകയും താജ് ഹോട്ടലിലടക്കം ആക്രമണം സംഘടിപ്പിക്കുകയും ചെയ്തത്. ഇത് കസബിന്റെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ഹാഫിസ് സയ്യിദിനെ പോലെയുള്ള ഭീകരവാദ നേതാക്കളുടെ കസ്റ്റഡിയിലാണ് ഈ പരിശീലന കേന്ദ്രം അവിടെ നടത്തിപ്പോരുന്നത്. ഹാഫിസ് സയ്യിദിനെ അടക്കമുള്ള ആളുകൾ അവർ അതിന് നടത്തിപ്പുകാരും പാകിസ്ഥാൻ സൈന്യം ഇതിൻ്റെ പ്രധാന ഫണ്ട് റൈസറുമാണ്. $10 ലക്ഷത്തിലധികം
ഒസാമ ബിൻ ലാഡൻ സംഭാവന ചെയ്തതിനെ തുടർന്ന് ഇതൊരു വലിയ ഒരു ഹൗസിംഗ് കോംപ്ലക്സ് ആയി വികസിക്കുകയായിരുന്നു. ഈ ഹൗസിംഗ് കോംപ്ലക്സിനെയാണ്, ഈ കെട്ടിടങ്ങളെയാണ് ഇന്ത്യൻ സേന തകർത്തെറിഞ്ഞത്. റഫാലിൽ നിന്നയച്ച മിസൈലുകൾ പാകിസ്ഥാന്റെ ഈ ഭീകരവാദ നേഴ്സറിയെ തകർത്ത് തരിപ്പണമാക്കി.